മധ്യകേരളത്തിലെ കൈതച്ചക്ക കർഷകർ പ്രതിസന്ധിയിൽ. പൊടുന്നനെ വമ്പൻ വിലയിടിവ് ഉണ്ടായതോടെയാണ് കർഷകർ പ്രതിസന്ധിയിലായത്. വിഷു വരെ 50 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന കൈതച്ചക്ക വില നിലവിൽ 20 രൂപയായിട്ടാണ് ഇടിഞ്ഞത്. കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലായിരുന്നു വിഷു വരെ കൈതച്ചക്കയുടെ വില. എന്നാൽ 2 ആഴ്ച കൊണ്ട് വില കുത്തനെ ഇടിഞ്ഞു. നിലവിൽ 1 കിലോ കൈതച്ചക്കയ്ക്ക് 20 മുതൽ 22 രൂപ വരെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഉൽപാദനം മെച്ചപ്പെട്ട രീതിയിലുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയും കർഷകർക്ക് തിരിച്ചടിയായി. ഒരേക്കറിൽ കൃഷി ചെയ്യാൻ തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെ ശരാശരി 4 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. ഇതിന് ആനുപാതികമായി വില ലഭിക്കാതായതോടെ കർഷകർ കടക്കണിയിലാവുകയാണ്. ഒരേക്കർ ഭൂമി നെറ്റിടുന്നതിന് 1,20,000 രൂപ. ഭയങ്കര പാട്ടം ഇതെല്ലാമാണ് പ്രതിസന്ധി. ഇപ്പോൾ പണിക്കാർക്ക് 700 850 900 വരെയായി. ചക്ക വെട്ടുന്ന തന്നെ 15,000 രൂപ 10 ടൺ കയറ്റുമ്പോൾ. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൈതച്ചക്കയിൽ നിന്ന് വൈൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപടികൾ ഒന്നുമായില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇവിടുത്തെ കർഷകരെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സർക്കാർ ഇവിടെ അധികാരത്തിലെത്തിയപ്പോൾ ഇവിടുത്തെ പൈനാപ്പിൾ കർഷകരോട് പൈനാപ്പിളിൽ നിന്നും ഏറ്റവും അധികം ലാഭകരമായ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും മദ്യം ഉൾപ്പെടെ വൈൻ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം നൽകിയ സർക്കാർ ഇവിടുത്തെ പൈനാപ്പിൾ കർഷകരെ അവഗണിക്കുകയും അതേസമയം മലബാർ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഈ പറയുന്ന കശുമാങ്ങായിൽ നിന്നും ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകരെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. മധ്യകേരളത്തിൽ കൈതച്ചക്ക കൃഷി ആശ്രയിച്ചാണ് റബ്ബർ കൃഷിയും നിലവിൽ നിലനിൽക്കുന്നത്. റബ്ബർ റീപ്ലാന്റിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ കൈതച്ചക്ക കൃഷിയിലൂടെയാണ് കർഷകർ നഷ്ടം നികത്തിയിരുന്നത്. കൈതച്ചക്ക കൃഷിയിലെ വിലയിടിവ് ഇതോടെ റബ്ബർ കൃഷിയെയും ബാധിച്ചു. ന്യൂസ് മലയാളം, കോട്ടയം.